സംസ്ഥാനത്ത് 4 പനിമരണം. എലിപ്പനി ബാധിച്ച് 2 പേര് മരിച്ചു. ഇൻഫ്ലുവൻസ ബാധിച്ച് 2 പേരും മരിച്ചു. 6 പേർക്ക് കൂടി ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോഴിക്കോട് 4 പേർക്കും മലപ്പുറത്ത് 2 പേർക്കുമാണ് രോഗബാധ. സാന്ത്വനയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാന്ത്വന, പനിമരണങ്ങൾ കൂടുകയാണോ? പകർച്ചവ്യാധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്ക അത് ഒരു പരിധിവരെയും കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോഴും വിവിധ ഇടങ്ങളിൽ ആളുകൾക്ക് പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ മരണവും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു പരിധിവരെ നമുക്ക് ആശ്വസിക്കാവുന്ന കണക്കുകൾ തന്നെയാണ് പുറത്തുവരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ 4 പേര് പകർച്ചവ്യാധി ബാധിച്ച് മരിച്ചിട്ടുണ്ട് എന്നുള്ള കണക്കുകളും ഇന്ന് വൈകുന്നേരത്തോടെ ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. 2 പേര് മരിച്ചത് എലിപ്പനി ബാധിച്ചാണ് അരുൺ. അതുപോലെ തന്നെ 2 പേര് ഇൻഫ്ലുവൻസ ബാധിച്ച് മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകളുമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അങ്ങനെ 4 പേരാണ് ഇന്ന് പകർച്ചവ്യാധികൾ ബാധിച്ച് മരണം സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഷിഗല്ലയിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ വലിയ ആശങ്ക നിലനിന്നിരുന്നത് ഷിഗല്ലയുടെ കാര്യത്തിലായിരുന്നു. ഇന്നിപ്പോൾ 6 പേർക്കാണ് ഷിഗല്ല ബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2 പേര് മലപ്പുറത്താണ്. അതുപോലെ തന്നെ 4 പേർക്ക് കോഴിക്കോടും ഈ രോഗം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ആശങ്കയായി നിലനിന്നിരുന്ന മറ്റൊരു പകർച്ചവ്യാധി ഡെങ്കിപ്പനിയായിരുന്നു. പക്ഷേ ഡെങ്കിപ്പനിയുടെ കാര്യത്തിൽ ഇപ്പോൾ ആശ്വാസമാണുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം 70-80 ആളുകൾക്കൊക്കെ ഒരു ദിവസം ഡെങ്കിപ്പനി ബാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ 12 പേർക്ക് മാത്രമാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് വലിയ ആശ്വാസകരമായ കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ ഡ്രൈഡേ അടക്കമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ തന്നെയും ഊർജിതമാക്കിയിരുന്നു. അപ്പോൾ അതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ രോഗം കുറഞ്ഞു വന്നിരിക്കുന്നത് എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സാധാരണ നമ്മുടെ പകർച്ചപ്പനി ബാധിച്ച് ഏതാണ്ട് 11,776 പേരാണ് ഇന്ന് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അത് 15,000 വരെയൊക്കെ കണക്കുകൾ എത്തിയ ദിവസങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ താരതമ്യേന കണക്കുകൾ കുറവാണ് എന്നുള്ളതാണ്. ഈ കാലാവസ്ഥയുടെയൊക്കെ ഒരു വ്യതിയാനം മൂലമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഇത്തരത്തിൽ വലിയ രീതിയിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചിരുന്നത്. ഇപ്പോൾ എന്തായാലും ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ അടക്കം ഊർജിതമാക്കിയ പശ്ചാത്തലത്തിൽ കുറച്ച് കുറവുണ്ട് എന്ന് പറയാം. എന്നാലും നമുക്ക് പൂർണ്ണമായും ആശങ്ക ഒഴിഞ്ഞു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുമില്ല. എന്തായാലും എല്ലാവരും തന്നെ ഒരു അസുഖം വരികയാണെങ്കിൽ കൃത്യമായി ഡോക്ടറെ കാണിച്ച് സ്വയം ചികിത്സ ഒഴിവാക്കി മരുന്ന് വാങ്ങണം എന്നുള്ള കാര്യം തന്നെയാണ് ആരോഗ്യവകുപ്പ് ഇപ്പോഴും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. താങ്ക് യു. സാന്ത്വനയാണ് വിവരങ്ങൾ നൽകിയത്.